ശ്രീ പ്രശാന്ത്, ഇത് ശബരിമല തീർത്ഥാടന കാലമാണ്. ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു കാലത്ത് കേരളം വിട്ടാൽ പിന്നെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ മാത്രമാണ്. ഇപ്പോൾ അതല്ല, ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ അത്രത്തോളം പേര് ഈ 60 ദിവസം കൊണ്ട് ശബരിമലയിൽ എത്തുന്നു. ലോകത്തെ അതെ, ഇത് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. ഇനി ഇത് ഇന്ത്യക്കാരുടെ തന്നെ ഒരു അഭിമാനമായി മാറുകയും ചെയ്യും. ഈ അവസരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ തീർത്ഥാടകർ വരുമ്പോൾ നമുക്കറിയാമല്ലോ, എരുമേലിയിൽ നമ്മൾ കാണുന്ന എന്താണ്, അവിടെ വന്ന് വാവരുവള്ളിയിൽ കയറുന്നു, അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. നമ്മളങ്ങനെ ഏറ്റവും വലിയ മതേതരത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും നിന്നും വരുന്ന തീർത്ഥാടകരെ മറ്റു മതസ്ഥർ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഏറ്റവും വലിയൊരു മതസാഹോദര്യം തകർക്കുന്ന ഒന്നല്ലേ ഇത്? സാറേ, ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്ന മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു അമ്പലം. എല്ലാവർക്കും കയറാം, ഒരു ഇതുമില്ലല്ലോ. മറ്റുള്ള അമ്പലങ്ങളിൽ ചിലപ്പം അഹിന്ദുക്കൾ എന്ന് ആ അമ്പലത്തിലും അർത്ഥമാക്കുന്നത് നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തോന്ന് പറയാം, ആ അമ്പലത്തിന്റെ ആചാരം അനുസരിച്ച് കയറാൻ സാധിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ്. അവിടെ ചെന്ന് ആ ദേവസ്വം ബോർഡ് പുസ്തകം ഉണ്ട്, അതിനകത്ത് ഞാൻ ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ച് കയറാൻ പറഞ്ഞാൽ കയറ്റി വിടണമെന്ന് അതിന്റെ അർത്ഥം. അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ നീയാകുന്നു എല്ലാം. അപ്പൊ ഈ അമ്പലത്തിൽ ഈ സാറ് പറഞ്ഞതുപോലെ അമ്പലത്തിന്റെ ചരിത്രം വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ വാവർ ക്ഷേത്രവും ഒക്കെ അതിനകത്ത് ഈ പറഞ്ഞത് കല്ലുകടിയിലേക്ക് വരും. അതിനകത്ത് കല്ലുകടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നു. പക്ഷെ എന്തായാലും വളരെ കുറച്ച് പുറകോട്ടാണെങ്കിൽ പോലും അവിടെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കത്തക്ക രീതിയിലേക്ക് ഒരു വാവര് പള്ളിയും അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോവുകയും ആ രീതിയിലേക്കുള്ള ഒരു അമ്പലത്തിന്റെ കാര്യങ്ങളുമായിട്ട് ആന്ധ്രാപ്രദേശിൽ കൂടെ പോയപ്പോൾ അവിടുത്തെ അയ്യപ്പ ഭക്തർ മസ്ജിദിന് മുമ്പിൽ കൂടി പോയപ്പോൾ അയ്യപ്പൻ ഭക്തരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്യുന്നു. രണ്ടാമത് തെലുങ്കാനയിൽ ആഴിപൂജ, നമ്മുടെ ഇവിടുത്തെ കൂട്ട് ആരതി എന്ന് പറയും, ആഴിപൂജ നടത്തിക്കൊണ്ടിരുന്ന ഭക്തരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അതായത് ഗണേശോത്സവത്തിന് ആക്രമിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ രാമനവമിക്ക് ആഗ്രഹിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ആക്രമിക്കുന്ന രീതിയിലും ഇത്തരത്തിൽ ഇന്ത്യയിലുടനീളം വ്യാപകമായിട്ട് നടക്കുന്ന ഒരു രീതി അയ്യപ്പ ഭക്തർക്കിടെ അടുത്തൂടെ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ പോവുകയാണ്. മനസ്സിലാകുന്നില്ല. ഞാൻ പറയട്ടെ, പ്രശാന്തിന് അറിയാമായിരിക്കും, അടൂർകാരനായതുകൊണ്ട് തിരുവാഭരണം പന്തളത്ത് നിന്ന് തിരിച്ചാൽ വിവിധ ഇടങ്ങളിൽ ഇറക്കി ഭക്തർക്ക് ദർശന സൗകര്യം കൊടുക്കും. വരുന്ന വഴിക്ക് കോഴഞ്ചേരിക്ക് സമീപത്താണ്, ആ കുടുംബത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ തിരുവാഭരണം ഇറക്കും. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ അത്രത്തോളം മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് വരുന്ന അവരെയാണ് മറ്റുള്ളവർ കയറി ആക്രമിക്കുക. അല്ല സാറേ, ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഈ മതേതരത്വം എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടി പോകുന്നതിനും ഇത് വേറെ മതത്തിന്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ട് ഏറ്റെടുത്ത് പോകുന്നതിനും ഒക്കെ കേരളത്തിലുടനീളവും അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളമുള്ള ഭൂരിപക്ഷം ആൾക്കാരും തയ്യാറാണ്. പക്ഷേ വേറൊരു മാനസികാവസ്ഥയിലേക്ക് ആൾക്കാരെ ഉരുത്തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രമം നടക്കുന്നത് ഒരു പരിധിവരെ വിജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് ഉദാഹരണം ഇപ്പൊ ഏറ്റവും അടുത്തവരെ ബംഗ്ലാദേശിലെ മതമൂല്യവാദികൾ ആ രാജ്യം പിരിച്ചപ്പോൾ ഇവിടെ നമ്മുടെ കണ്ണൂര് തളിപ്പറമ്പിലല്ലേ റോഡിൽ നിന്ന് തുള്ളുക. അത് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി റോഡിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആൾക്കാരും തുള്ളുക ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ തത്വം എന്തുവാ, ലോകം മൊത്തം ഇസ്ലാമിക രാജ്യമാകണം. ലോകം മൊത്തം ഇസ്ലാമിക രാജ്യം ആക്കണം എന്നുണ്ടെങ്കിൽ ലോകം മൊത്തവും അവരുടെ ആശയങ്ങളോട് ഉരുത്തിരിച്ച് വന്നില്ലെങ്കിൽ ആ ആശയത്തോട് ഉരുത്തിരിച്ച് വരാത്തവർ ആ ലോകക്രമത്തിൽ വേണ്ടാൻ തീരുമാനിച്ചാണല്ലോ ജാതി കൊണ്ടിരുന്നത്. അപ്പം അതിന്റെ പുറകിൽ കൊലപാതകമൊക്കെ ഉണ്ടാവും. അതാണല്ലോ ഇപ്പൊ ഇന്ത്യ ലക്ഷ്യമിടുന്നു, ലോകം മൊത്തം ലക്ഷ്യമിടുന്നു. അപ്പൊ ഞാനീ പറഞ്ഞ അതിന് സമാനമായിട്ടുള്ള ആൾക്കാരെ വളരെ വേഗത്തിൽ ഉരുത്തിരിക്കുന്നതിന് കേരളത്തിൽ സാധ്യമാകുന്നു, ഇന്ത്യയിലുടനീളം സാധ്യമാകുന്നു. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം പരിശോധിക്കുമ്പോൾ ലോകത്ത് ഫണ്ട് ചെലവാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഫണ്ട് ചെലവാക്കുന്നു. അത് എവിടെ നിന്നൊക്കെ വരുന്നു. കഴിഞ്ഞ ദിവസം വേറെ ഒരു റിപ്പോർട്ട് കണ്ടില്ല, ഏറ്റവും കൂടുതൽ മുഹമ്മദ് എന്ന് പേരുള്ളത് കഴിഞ്ഞ 2003
ലോകത്തെ ഏറ്റവും കൂടുതൽ പേരുകൾ മുഹമ്മദ് എന്ന പേര് 2023 ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് 10 സ്ഥാനങ്ങളിലേ വരുന്നുള്ളൂ, അത് ഏറ്റവും കൂടുതൽ പേര്. അപ്പൊ ആ രീതിയിലൊക്കെ ലോകക്രമത്തെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി എവിടുന്നൊക്കെയോ ശ്രമം നടക്കുന്നു. ഇതിനു വേണ്ടി കോടാനുകോടി രൂപ ഫണ്ട് ഉണ്ടാവുന്നു. ഇതിനു വേണ്ടി ഇന്ത്യയിലുടനീളമുള്ള ആൾക്കാർ, കാരണം ശബരിമല ശാസ്താവ് അല്ലെങ്കിൽ സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് റോഡെ ഒരാൾ നടന്നു പോകുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്ന രീതിയിൽ അവനെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ലേ ഇത് പറ്റുന്നത്? ഇപ്പൊ ഞാൻ ചോദിച്ചത്, ഇപ്പൊ നമ്മുടെ ഇതിലെ കൂടെ ഒരാൾ പോവാ, ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് പോവാ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് പോവാ, എനിക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവത്തില്ല, സാറിന് ഇറിറ്റേഷൻ ഉണ്ടാവത്തില്ല. എന്താ? നമുക്ക് ആ രീതിയിൽ നമ്മുടെ ബ്രെയിനെ വർക്കൗട്ട് ആക്കിയിട്ടില്ല. അപ്പൊ ഇതേ രീതിയിൽ ആൾക്കാരെ ഉരുത്തിരിച്ചെടുക്കുന്നതിന് ഇന്ത്യയിലുടനീളം ശ്രമിക്കുന്നു, ലോകത്തുടനീളം ശ്രമിക്കുന്നു, കേരളത്തിലുടനീളം ശ്രമിക്കുന്നു. അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത് ഈ നമ്മുടെ പത്തനംതിട്ട അതുപോലെ ശബരിമല പാതയിൽ ഈ തീർത്ഥാടന കാലത്ത് നടന്നു പോകുന്ന ധാരാളം ഭക്തരുണ്ട്. ഈ ഭക്തർക്ക് അവിടെയൊക്കെയുള്ള എല്ലാ വീട്ടുകാരും, അത് ക്രൈസ്തവരായാലും മുഹമ്മദീയരായാലും ആരായാലും, ഇവർക്ക് പിന്നെ മോരും വെള്ളം, നാരങ്ങാ വെള്ളം, പിന്നെ പ്രഭാത ഭക്ഷണം ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ കാരണം അവരെ കാണുന്നത് മറ്റു മതസ്ഥരും കാണുന്നത് അയ്യപ്പന്റെ പ്രതിരൂപമായിട്ടാണ്. അത് ഒരു 90% അല്ലെങ്കിൽ നേരത്തെ 100% ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു 90% ആൾക്കാർ ഈ രീതിയിൽ തന്നെയുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ മറ്റു രീതിയിലുള്ള മാനസികാവസ്ഥയിലുള്ള ആൾക്കാര് ഇവരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ട് ഇതിന് വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നം ഇപ്പൊ ഹിന്ദു സമൂഹത്തിനിടയിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വഹിന്ദു പരിഷത്തുകാരും അയ്യപ്പ സേവാ സംഘക്കാരും ഒക്കെ പറയുന്നത് ഇവരുടെ കച്ചവടം അവിടെ വേണ്ട. അന്ന് കച്ചവടത്തിന് വരുന്നവൻ ബാക്കിയുള്ള അവിടെ കച്ചവടം ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലാ ആരാധനാലയങ്ങളുടെ അല്ലെങ്കിൽ കച്ചവടം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സമുദായം ഹിന്ദു സമുദായം. അവർ കച്ചവടത്തിനകത്ത് നല്ല പ്രാഗൽഭ്യമുള്ളവർ. അവരുടെ ഇദ്ദേഹം പോലും ഈ എന്തോ പറയുന്ന പുള്ളി പോലും കച്ചവടക്കാരെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കച്ചവടത്തിനകത്ത് അവർ മിടുക്കന്മാരാണ്. അതുകൊണ്ട് അവർ ശബരിമല കച്ചവടം ചെയ്യുന്നു. ഉപ്പ് കച്ചവടമായിരുന്നു നല്ല ശബരിമല അവർ കച്ചവടം ചെയ്യുന്നു, അല്ലെ ഗുരുവായൂർ അവിടെ കച്ചവടം. ഗുരുവായൂർ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ് ഇപ്പൊ മുസ്ലിങ്ങളെ സംശയത്തോടു കൂടി നോക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അതെ. പക്ഷെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശബരിമല തീർത്ഥാടന കാലത്ത് ഇവിടുത്തെ പിന്നെ സാമ്പത്തിക സർവേ അനുസരിച്ച് പറയുകയാണ് കേരളത്തിൽ മറിയുന്നത് ഏതാണ്ട് 4000 കോടിയിലധികമാണ്. 10,000 കോടിക്കപ്പുറം വരും ആണല്ലേ? ഞാൻ പഴയ ഒരു കണക്ക് 10,000 കോടി രൂപയിലപ്പുറം വരും ഈ സമയത്ത്. ഈ പറയുന്ന മാർക്കറ്റ് മുഴുവൻ ഉണരുകയാണ്. ഇതൊക്കെ ആർക്കാണ്? ഒരു കുപ്പി വെള്ളം കച്ചവടം ചെയ്യുന്നു, ശർക്കര, കർപ്പൂരം, ഇങ്ങനെ പോവുകയാണ്. ഇതിനകത്ത് ഈ പറയുന്നതൊക്കെ മര്യാദയ്ക്ക് പോകാൻ കഴിഞ്ഞ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സാറിന് ഏറ്റവും അറിയാവുന്നതും അല്ലെങ്കിൽ സാറ് പത്തനംതിട്ടക്കാരനാണെങ്കിൽ ശബരിമല അറിയാവുന്ന പോലെ ഏറ്റവും വളരെ കാലം കൊണ്ട് തിരുവനന്തപുരത്തുള്ളതുകൊണ്ട് തിരുവനന്തപുരത്തെ ഒരു ഇത് നടക്കുന്നുണ്ടല്ലോ, ഏതാ? പൊങ്കാല. അതിനെ ഇപ്പൊ ഈ പറഞ്ഞോണ്ടൊരു കണക്ക് പറഞ്ഞു. എല്ലാവരും പറയുന്നല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രശ്നം. പൊങ്കാല നടക്കുകയാണ്. ഒരു പൊങ്കാല കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷം പൊങ്കാല ഉണ്ടായിരുന്നു. പോട്ടെ, 10 ലക്ഷത്തിന്റെ കണക്ക് നമുക്ക് നോക്കാം. 10 ലക്ഷം പൊങ്കാല നടക്കുമ്പോൾ 10 ലക്ഷം കലം വേണോ? പിന്നെ 10 ലക്ഷം തോർത്ത് വേണോ? വേണം. 10 ലക്ഷം പൊങ്കാല നടക്കുമ്പോൾ 30 ലക്ഷം ഇഷ്ടിക വേണോ? വേണം. ഇതുപോലെ അതിന്റെ അനുബന്ധ എണ്ണ വേണോ? ഒരു 250 മില്ലി എണ്ണ വേണോ? അല്ലെങ്കിൽ ഇതിനു വേണ്ടി കൊതുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കൊതുമ്പ് വേണോ? 10 ലക്ഷം പൊങ്കാലയ്ക്ക്. തേങ്ങ വേണോ? പഴം വേണോ? മലര് വേണോ? അവല് വേണോ? എത്ര കോടി രൂപയുടെ കിണറുകളൊന്നും ഇവരെല്ലാം പറയുന്നത് നിസ്സാരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കലം ഇൻഡസ്ട്രി ആകെ പൂട്ടിക്കിടന്നതാ ഒരു കാലത്ത്. ഈ പൊങ്കാലയോട് കൂടിയിട്ട് ഒരു കൊല്ലത്തെ പണ്ട് എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് ആറ്റുകാൽ മാത്രമേ ഉണ്ടായിരുന്നു പൊങ്കാല. ഇപ്പൊ കേരളത്തിൽ എവിടെയും എല്ലാ അമ്പലത്തിലുണ്ട്. പണ്ട് ഞാനത് പത്തനംതിട്ടയൊക്കെ തിരിച്ചു ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ ഈ പൊങ്കാല എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെന്നാലും എല്ലാ അമ്പലത്തിലും പൊങ്കാല ആചാരമായി. യഥാർത്ഥത്തിൽ പണ്ട് ഓരോ വീടുകളിൽ സമയത്ത് ഇട്ടുകൊണ്ടിരുന്ന വീടുകളിൽ തന്നെയാണ് പൊങ്കാല ഇടേണ്ടത്. കാരണം ഇപ്പൊ അമ്പലങ്ങളിൽ ഇട്ടത് അമ്പലത്തിൽ ആചാരം. നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും ഏതാണ്ട് ഈ ഒരു പൊങ്കാല. അപ്പൊ ഞാനീ പറയുന്നത് ആചാരങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ, അത് ഏത് മതത്തിന്റെ ആയാലും എല്ലാ രീതിയിലും ഇത് ഗുണമാണ്. അവന് ശാരീരികമായിട്ട് ഗുണം, മാനസികമായിട്ട് ഗുണം. ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഗുണമായോ? അപ്പൊ ഇതിനെയൊക്കെ എതിർക്കുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ട തീരുമാനിക്കുന്നതും അത് രാജ്യത്തിലുടനീളം, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ മതേതര ജനാധിപത്യ സംവിധാനം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, ഏറ്റവും ആദ്യം വഷളാക്കാൻ പറ്റുന്ന മതങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് ഇത് വഷളാക്കാൻ ശ്രമിക്കുകയും ഇന്ത്യയുടെ ആ ബഹുസ്വരതയുടെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ആൾക്കാർ താമസിക്കുന്ന അവിടെ വലിപ്പം കൊണ്ടാണ് ഇതൊരു പൊട്ടി വന്നിട്ട് വീണ്ടും പലപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അത് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വളരെ കൃത്യമായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ പുറകിലുള്ളതിനെക്കാട്ടിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ
ഇപ്പൊ മുസ്ലിം അംഗത്തിന്റെ ഭാഗത്തുനിന്നല്ല, ഹിന്ദി ബാക്കിയുള്ള ജാതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. ആ വളരെ കുറച്ചുണ്ടാവുന്നതിന് വളരെ വലിയ പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. ആരെങ്കിലും ഒരുത്തനെ ഈ ശ്രീരാമനെ വിളിപ്പിക്കും അല്ലേ, ജയ് ശ്രീരാം വിളിപ്പിക്കും, അതിനകത്തൊക്കെ പബ്ലിസിറ്റി കൊടുക്കുന്നതിന് വേണ്ടി അത് ജയ് ശ്രീരാമനെ വിളിപ്പിക്കേണ്ട കാര്യമില്ല. ജയ് ശ്രീരാമനെ ഇഷ്ടമുള്ളവനും ആവശ്യമുള്ളവനും വിളിക്കട്ടെ, നിർബന്ധിച്ച് വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീരാമന് പോലും വിശ്വസിക്കുന്നവർക്ക് പോലും ഇഷ്ടാവത്തില്ല. അപ്പൊ എന്തായാലും ശബരിമലയുടെ പേരിൽ എത്ര പ്രശ്നം ഉണ്ടായാലും ശബരിമല വിവാദങ്ങളെ എല്ലാ കാലത്തും അതിജീവിക്കുന്നുണ്ട്. ശബരിമല അല്ലല്ലോ വിഷയം. ശബരിമലയെ വിവാദങ്ങളെ അതിജീവിക്കും. അവിടെ മതേതര സംവിധാനത്തിൽ കൂടി കാര്യങ്ങൾ പോവും. അത് എത്ര തകർക്കാൻ ശ്രമിച്ചാലും അത് അതിജീവിച്ചു വരും. പക്ഷേ രാജ്യത്തുടനീളമുള്ള മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇതിനകത്തും അല്ലെങ്കിൽ നമുക്ക് വിരുദ്ധമായിട്ടിരിക്കുന്ന രാജ്യങ്ങളുടെയും താല്പര്യമാണ്. ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ പുരോഗതിക്ക് നല്ലത്.